അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ വൈകിയ വേളയിൽ ഞാൻ ഒരു പ്രസംഗം ചെയ്യുന്നില്ല. മഹാന്മാരായ ഉസ്താദുമാർ, അതേപോലെ ഇവിടെ ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തകന്മാർ, അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ പെടുത്തി തരട്ടെ. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈസി നിങ്ങളെ അഭിമുഖീകരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാനൊരു 2 വാക്കിൽ ചുരുക്കുകയാണ്. പരിശുദ്ധ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സമ്മേളനങ്ങളിൽ ഒരു 2 മഹത്തുക്കളുടെ വാക്ക് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമസ്തയുടെ സമ്മേളനത്തിൽ സംബന്ധിക്കുക എന്നത് ഒരു ഇബാദത്താണ്, പുണ്യകർമ്മമാണ് എന്നുള്ള നിലക്കാണ് കഴിഞ്ഞുപോയ മഹത്തുക്കളായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിച്ചത്. ഞാൻ എൻ്റെ കുട്ടിയായ വിദ്യാർത്ഥിയായ സമയത്ത് കക്കാട് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വലിയൊരു മഹാസമ്മേളനം, 10,000 കൂടിയ മഹാസമ്മേളനം, ആ സമ്മേളനത്തിൽ സംബന്ധിക്കുകയുണ്ടായി. അത് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഖുത്ബി തങ്ങളായിരുന്നു. ഖുത്ബി തങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങളാരും അധിക പേരും കണ്ടിട്ടുണ്ടാവുകയില്ല. ഞാനും എൻ്റെ ജീവിതത്തിൽ 2 തവണയാണ് കാണുന്നത്. അന്നാണ് ഒരു പ്രാവശ്യം, മറ്റൊന്ന് വടകരയിൽ വെച്ച്. മഹാനായ ഖുത്ബി തങ്ങൾ പ്രകാശം സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടി, അതേപോലെ തന്നെ എല്ലാവരെയും ആകർഷിക്കുന്ന ശംസുൽ ഉലമയെ പോലെ ആകർഷിക്കുന്ന ഒരു മഹാപണ്ഡിതനായിരുന്നു. ശംസുൽ ഉലമയുടെയൊക്കെ ഉസ്താദായിരുന്നു ഖുത്ബി തങ്ങൾ. ഖുത്ബി തങ്ങൾ അന്ന് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിച്ച ആദ്യം തന്നെ ഓതിയ ആയത്ത് എനിക്കിന്നും ഓർമ്മയുണ്ട്. ഞാനിന്ന് ഒരു വിദ്യാർത്ഥിയാണ്. വടകരയിൽ നിന്ന് ഒരു ബസ് നിറയെ ഞങ്ങൾ വിദ്യാർത്ഥികൾ കക്കാട് പോയി. എന്നിട്ട് ആ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവിടെ ജാഥയും റാലിയും ഒക്കെ നടത്തിയതാണ്. മഹാനവർകൾ അന്ന് പ്രസംഗം തുടങ്ങിയത് വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ കൈഫ യഹ്ദില്ലാഹു ഖൗമൻ കഫറൂ ബഅദ ഈമാനിഹിം എന്ന് തുടങ്ങിയ ആയത്താണ് മഹാനവർകൾ ഖുത്ബി തങ്ങൾ ഒന്ന് ഓതിയത്. കാരണം ആ കാലഘട്ടം പല തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങൾ, ദീനിനെതിരായ റിദ്ദത്ത് സംഭവിക്കുന്ന പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതേപോലെ മുബ്തദീങ്ങൾ അവരുടെ പരിഷ്കരണവാദങ്ങളുമായിട്ട് രംഗത്ത് വന്ന ആ സന്ദർഭത്തിൽ മഹാനവർകൾ ഇസ്ലാം മതമല്ലാത്ത ഒരു മതത്തിനെ ഒരാൾ ആഗ്രഹിച്ചു പോയാൽ എന്ന് തുടങ്ങിയും കൊണ്ട് അന്നത്തെ യുക്തിവാദത്തെയും മതനിഷേധത്തെയും മതനിരാസത്തെയും അതേപോലെ മുബ്തദീങ്ങളുടെ വഹാബി മൗദൂദികളുടെ പ്രവർത്തനങ്ങളെയും അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടാണ് മഹാനായ ഖുത്ബി തങ്ങൾ അന്ന് ആ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ചതെന്ന് ഞാനൊന്ന് ഓർമ്മിക്കുകയാണ്. അതേപോലെ രണ്ടാമതൊരു അനുഭവം ഉണ്ടായത് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ. ഇത് 2 പറഞ്ഞ് ഞാൻ ബറക്കത്തിന് വേണ്ടി ഇത് പറയുകയാണ്. ദീർഘിച്ച് പറയാനുള്ള സമയമില്ല, വളരെ വൈകിപ്പോയി. മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് കണ്ണറ്റം നോക്കിയാൽ കാണാത്തയിടത്തോളം ജനങ്ങൾ ലക്ഷങ്ങൾ ഒരുമിച്ച് കൂടിയ 60ാം വാർഷിക സമ്മേളനത്തിൽ വെച്ച് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ ഒരു പരിശുദ്ധമായ ആയത്തോതുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ഇസ്ലാമിനെ അല്ലാഹു മുബഅദ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം എന്ന് തുടങ്ങി മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ അന്ന് ആത്മീകമായ നമ്മുടെ വിശ്വാസത്തെ സംബന്ധിച്ച്, ആത്മീകമായ വിശ്വാസത്തിനെതിരെയുള്ളതായ തരീഖത്തുകളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട്, അതേപോലെ മുബ്തദീങ്ങളെ വളരെ അവരുടെ തനിനിറം തുറന്നു കാണിച്ചുകൊണ്ട് ചെയ്തതായ ആ ഉദ്ഘാടന പ്രസംഗത്തിൽ മഹാനവർകൾ പറയുകയുണ്ടായി, ഈ സമസ്തയെ എന്ന് പറയുന്നത് ഒരു അങ്ങേയറ്റത്തെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു മഹൽ പ്രസ്ഥാനമാണ്. ആ വിശ്വാസം പൂർണ്ണമായിരിക്കണം. ആ വിശ്വാസത്തിൽ ഞങ്ങൾ പൂർണ്ണമായി പ്രവേശിക്കണം.
പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒരു പ്രതീകമാണ് സമസ്ത എന്ന് പറയുന്നത്. സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു പര്യായ പദമാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വിശ്വാസാദർശ പ്രമാണങ്ങൾ, ആ പ്രമാണങ്ങൾക്ക് നമ്മൾ നൽകിയ ചുരുക്കപ്പേരാണ്, പര്യായമാണ് സമസ്ത എന്നതുകൊണ്ട് ആ സമസ്തയും ദീനും ഒന്നാണ്. അതുകൊണ്ട് ഈ സമസ്തയുടെ ആശയാദർശങ്ങളിൽ, ഇസ്ലാമിൻ്റെതായ സംസ്കാരങ്ങളിൽ, അതിൻ്റെ അധ്യാപനങ്ങളിൽ നിങ്ങൾ പരിപൂർണമായും പ്രവേശിക്കണം. കുറച്ച് മാത്രം വിശ്വസിക്കുകയും മറ്റു കുറച്ച് ഭാഗം തള്ളിക്കളയുകയും ചെയ്യുന്ന മുബ്തദീങ്ങൾ ചെയ്യുന്നത് പോലെ, പരിഷ്കരവാദികൾ ചെയ്യുന്നത് പോലെ അവർ ഇഷ്ടമുള്ളത് അവർ സ്വീകരിക്കും, എന്നിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്തത് തള്ളിപ്പറയുകയും ചെയ്യും. അതുകൊണ്ട് ഒരാൾ പരിപൂർണ മുസൽമാനാവുകയില്ല. അള്ളാഹു പറഞ്ഞത് പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാം മതത്തിൽ പ്രവേശിക്കണമെന്നാണ്. അതുതന്നെയാണ് സമസ്ത. ആ സമസ്തയുടെ ആശയാദർശങ്ങൾ, അതിൻ്റെ അഭിപ്രായങ്ങൾ, അതിൻ്റെ ആജ്ഞകൾ, അതിൻ്റെ കൽപ്പനകൾ, അതിൻ്റെ തീരുമാനങ്ങൾ അത് കുറച്ച് സ്വീകരിക്കുകയും മറ്റൊരു വിഭാഗം തള്ളിക്കളയും ചെയ്യുന്നത് അത് ഇസ്ലാമിൻ്റെ പ്രവേശനമല്ല, ദീനിൻ്റെ പരിപൂർണമായ സ്വഭാവമല്ല എന്ന് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമാ പറയുകയുണ്ടായി. ഞാൻ ചുരുക്കി പറയുകയാണ്. അത് ആ കുത്തുബി തങ്ങളും അതേപോലെ കുട്ടിക്കാലത്താണ് ഞാൻ കേട്ടത്. ഈ 60-ാം വാർഷികത്തിൽ ശംസുൽ ഉലമയും പറഞ്ഞത് ദീനാണ് സുന്നത്ത് ജമാഅത്ത്, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതിനെ വികലമാക്കരുത്, അതിനെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ പറയുക, പിന്നെ അത് മാറ്റിക്കളയരുത്. അതിനെ നമ്മൾ ഒരു വിഭാഗത്തെ, ഇസ്ലാമിൻ്റെ ഒരു ഭാഗത്തെ നമ്മൾ അതിനെ പ്രശംസിക്കുകയും മറ്റൊരു ഭാഗത്തെക്കുറിച്ച് നമ്മൾ പിന്തിരിയുകയും ചെയ്യുന്ന പ്രവണത സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ആ മഹദ്വയങ്ങൾ പ്രഖ്യാപിക്കുകയുണ്ടായി. മാത്രമല്ല അതൊരു ഇബാദത്താണ്, പുണ്യമാണ്. സമസ്തയിൽ പ്രവർത്തിച്ചാൽ അതിന് വേണ്ടി പിന്നെ നമ്മൾ സമസ്തയുടെ പ്രചരണങ്ങൾക്ക് വേണ്ടി, അതല്ലെങ്കിൽ അതിൻ്റെ സമ്മേളന വിജയത്തിന് വേണ്ടി നമ്മൾ വെക്കുന്ന ഓരോ ചുവടുവെപ്പും, അതേപോലെ നമ്മൾ കൊടുക്കുന്ന ഓരോ ചില്ലിക്കാശും അത് ഇബാദത്താണ്, ആരാധനയാണ് എന്ന് മഹാനവറുകൾ നമ്മളോട് പറയുകയുണ്ടായി. മാത്രമല്ല അതിനു വേണ്ടി സേവനം ചെയ്യുന്നത് ദീനിന് വേണ്ടിയുള്ള പടപൊരുതുന്നത് പോലെയാണ്, ജിഹാദ് പോലെയാണ് എന്ന് മഹത്തുക്കൾ നമ്മൾക്ക് സമർത്ഥിച്ചു തരികയുണ്ടായി. എന്നിട്ട് ഞാൻ ചുരുക്കുകയാണ്. അവസാനമായി ശൈഖുന പറയുകയാണ്, അള്ളാഹുവിനോട് കൈ ഉയർത്തിയും കൊണ്ട് പറയുകയാണ്, ഹഖ് തആല അർഹമുർ റഹീമീനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ, ഞാൻ കുറേ കാലമായി ഈ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു, പണിയെടുക്കുന്നു. റഹ്മാനായ റബ്ബേ, ഇതെന്നിൽ നിന്ന് നീ കബൂലാക്കണേ എന്നാണ് 60-ാം വാർഷികത്തിൽ മഹാനായ ശംസുൽ ഉലമാ ദുആ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സമസ്തയുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ നഫ്സിനോടും, നമ്മൾ ചെയ്യുന്ന ത്യാഗം, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം, നമ്മൾ സമസ്തയ്ക്ക് വേണ്ടി എല്ലാ പ്രതിസന്ധികളെയും അതിജയിച്ചുകൊണ്ട്, എല്ലാവിധ ആപത്തുകളെയും എല്ലാവിധ വിമർശനങ്ങളെയും നാം വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പ്രവർത്തിക്കുന്നത് മഹാനായ ശൈഖുനാ ദുആയിരുന്നതുപോലെ, ശംസുൽ ഉലമാ ദുആയിരുന്നതുപോലെ, അല്ലാഹുവേ ഞങ്ങളുടെ ഈ പ്രയത്നങ്ങളെ, ഞങ്ങളുടെ ഈ പരിശ്രമങ്ങളെ നീ കബൂലാക്കണേ അല്ലാഹ് എന്നൊരു മനസ്സോടുകൂടി ആയിരിക്കണം. എന്നാൽ നമ്മൾക്ക് ശംസുൽ ഉലമായോട്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതിന് അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.